മഹാഗുരുശരണം. ഇന്ന് ജൂൺ 6 വെള്ളിയാഴ്ച ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇടാൻ തീരുമാനിച്ച വിഷയങ്ങൾ ഒന്ന് മരുതമല ക്ഷേത്ര ദർശനം, പഴനി ക്ഷേത്ര ദർശനം, നാമക്കലെ ദർശനം, തിരുവണ്ണാമല അനുഭവങ്ങൾ, പിന്നെ ആദിയോഗി ഇഷ യോഗ സെൻറ്റർ അവിടുത്തെ അനുഭവങ്ങൾ, അങ്ങനെ 3-4 വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ കഥാപാത്രം മാറി. ഇന്നത്തെ നായകനും പ്രതിനായകനും നമ്മുടെ സ്വന്തം തേങ്ങയാണ്. കേരം തെങ്ങും കേരള നാട്ടിലെ നമ്മുടെ സ്വന്തം നാളികേരത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. കാര്യം നാളികേരം ആ എനർജി നോക്കുന്ന തിരുവണ്ണാമലയെ വെച്ച് എനർജി നോക്കിയതും, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഷൊർണൂർ ഒരു വീട്ടിൽ പരാശക്തിയും പരിവാര ദേവതകളും ഉള്ള ആ വീട്ടിൽ എനർജി നോക്കിയത് വെച്ചാണ് നമുക്ക് കുറേ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, തേങ്ങ അടുത്തുള്ള ഒരു 6 ഉള്ളടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ആറ്റിക്കൂടി ഇങ്ങനെ തേങ്ങകൾ ഒഴുകുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, മോനെ തേങ്ങയൊക്കെ ഒഴുകുന്നത് ഇട്, അത് കഴിഞ്ഞിട്ട് അത് പൊതിച്ച് റൂമിലേക്ക് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഈ പൊതിച്ചിടുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഉടനെ തന്നെ ഈ വിദ്യ ഓർമ്മ വന്നു, എനർജി നോക്കാനായിട്ട്. എവിടെ പോയാൽ എനർജി നോക്കണ്ടതാ, വേറെ എങ്ങും പോകണ്ട, സ്വയം അങ്ങ് നോക്കിക്കളയാന്ന് അങ്ങ് തീരുമാനിച്ച്. അപ്പോൾ തേങ്ങ ഇങ്ങനെ തിരിച്ച് വെച്ച് എനർജി നോക്കിയപ്പോൾ നല്ല ഹൈലി എനർജി ഉണ്ട്. സന്തോഷമായി. പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സ്വയം നോക്കിയാൽ പോരല്ല, അപ്പോൾ എന്നെയും കാണിക്കാമെന്ന് വെച്ചുകൊണ്ട് വീഡിയോ മൊബൈൽ ഒരിടത്ത് വെച്ചിട്ട് എനർജി നോക്കി, അതും കണ്ടു. എന്നിട്ട് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു. സാറേ, ഞാൻ എനർജി നോക്കി, എനർജി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ചോദിച്ചു, അതിന് നമ്മുടെ എനർജി നോക്കാൻ നമ്മളെ തേങ്ങ ഉപയോഗിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ എനർജി നമുക്കറിയാമല്ലോ. നമ്മൾ വേറെ എനർജിയെ മനസ്സിലാക്കാനാണ് തേങ്ങ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആളുടെ ഓറ, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് സങ്കല്പങ്ങളെന്ന് വെച്ചാൽ അത് ചിലതൊക്കെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു. വേറെ ഒന്നും ഞാൻ പറയാൻ പോയില്ല, എന്താ നോക്കാൻ പോയെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിനും ഈ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ ചോദിച്ചു, എന്തിനാണ് നീ ഈ പണി ചെയ്യാൻ പോയെന്ന് ചോദിച്ചു എന്നും പറഞ്ഞു. പിന്നെയാണ് പറയുന്നത്, ഈ ബന്ധു ഈ തേങ്ങ വെച്ച് അനാവശ്യമായിട്ട് എനർജി നോക്കരുതെന്ന് ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ഇദ്ദേഹം കണ്ടിട്ടില്ല. ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, തേങ്ങ വെച്ച് അനാവശ്യമായിട്ട് എനർജി നോക്കരുത്, കാര്യം ആ എനർജി ആദ്യം അട്രാക്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ബന്ധു കണ്ട്, പക്ഷെ ഈ വ്യക്തി ഇത് കണ്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ തേങ്ങ വെച്ച് നോക്കരുതെന്ന്, എപ്പോഴും അങ്ങനെ അനാവശ്യമായിട്ട് നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും ആവട്ടെ, അത് കഴിഞ്ഞ് അന്ന് തന്നെ പതുക്കെ പണികൾ കിട്ടി തുടങ്ങി. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് മിണ്ടാട്ടമില്ലാണ്ടായി, കോണ്ടാക്ട് ഇല്ലാണ്ടായി, പലവിധ അററ പണികൾ എന്ന് പറയുന്ന പോലെ പലവിധ പണികൾ പല ദിക്കുകളിൽ നിന്ന് വരാൻ തുടങ്ങി. ആകപ്പാടെ ഡെസ്പായി, അതിതായി. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ശിവസ്വരൂപ യോഗി, അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന ആളാണ്, സുനിലേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളാണ്. സുനിലേട്ടനോടും കാര്യങ്ങൾ പറഞ്ഞ് ഗൈഡൻസ് ഇത് ചെയ്ത് എൻ്റെ അടുത്തും പറയുന്നു. അപ്പോൾ ഇതിലെ സംഗതി മനസ്സിലായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ എനർജി നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ വീഡിയോ, അപ്പൊ ഇന്നത്തെ വീഡിയോ അദ്ദേഹം കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എനർജി നോക്കുമ്പോൾ നമ്മുടെ കാർമികമാണ് ആക്റ്റീവ് ആകുന്നത്. മനസ്സിലായ? കാർമികം പോകെ കാർമികം വരും അല്ലേ? നമുക്കിപ്പോ ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചാൽ, നമ്മൾ 3 നേരമായിട്ട് ഭക്ഷണം കഴിച്ചത്, രാവിലെ ഒന്ന് നമ്മൾ വാഷ്റൂമിൽ പോകും, ചിലപ്പോൾ അതുകൊണ്ട് തികയാത്തപ്പോൾ പിന്നെ വല്ലപ്പോഴും പോയി എന്ന് വരും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും അല്ലേ? നമുക്ക് വേറെ പണി ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഈ തേങ്ങ വെച്ച് നോക്കുമ്പോഴത്തേക്കും പറ്റുന്ന എന്താ വെച്ചാൽ, നമ്മളിലുള്ള കാർമിക് എനർജി, ആ കാർമിക് എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, ഇത് അങ്ങ് ആക്റ്റീവ് ആകുകയാണ്. അതെ, എന്നെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ, ഉടനെ പുറത്തു പോയി പണി തുടങ്ങാമെന്നുള്ള ഒരു ക്ഷണക്കത്താണ് നമ്മൾ അയക്കുന്നത്. ഇത് വെച്ച് അങ്ങ് പണി തുടങ്ങും. ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് 12 മണിക്കൂറിനുള്ളിൽ പണി കിട്ടി തുടങ്ങി. ഇപ്പോൾ പിന്നെ അതിന് പ്രതിവിധി പറഞ്ഞ് ഇന്നുകൂടി അതിന് പ്രതിവിധി ചെയ്യിച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്, താന്ത്രികമായിട്ടുള്ള പ്രതിവിധി. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് തേങ്ങ വെച്ച് സ്വന്തം എനർജി ഒരു കാരണവശാലും നോക്കരുത്. പിന്നെ നമ്മൾ വേറൊരു എനർജി നോക്കണം. ഒരു ക്ഷേത്രത്തിലെ എനർജി നോക്കിക്കോളൂ, കുഴപ്പമില്ല, അതൊരു ദൈവിക എനർജി ആയിരിക്കും. പക്ഷേ കാവുകളിലെ എനർജി നോക്കാണ്ടിരിക്കുക, യക്ഷിക്കാവുകൾ, ഗന്ധർവൻ, അതിൻ്റെ ഒന്നും എനർജി നോക്കാണ്ടിരിക്കുക. കാര്യം ഈ ഇടയ്ക്ക് എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ഒരിടത്ത് യക്ഷിക്കാവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട്, മഴയായതുകൊണ്ട് അവിടെ നിന്ന് ആരോടോ സംസാരിച്ചൊക്കെയാ, വീട്ടിൽ വന്നപ്പോഴത്തേക്കും 8 പണിയെന്ന് ഞാൻ പറയുന്നില്ല, കിട്ടി. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. അവ വിളിക്കുമ്പോഴത്തേക്കും റേഞ്ച് ഇല്ലാത്തടത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് റേഞ്ചിൽ കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പലപ്പോഴും
ഇപ്പോൾ ഇന്ന് എന്തുകൊണ്ട് ഞാൻ ഇത്രയും സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത്രയൊക്കെ ഞാൻ ആക്റ്റീവാണ്. അപ്പോൾ ആൾക്കാർ അറിയട്ടെ, ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന മറുപടി വേറൊരാൾക്കും അത് ആവശ്യമുള്ളതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ സ്റ്റാറ്റസ് ഇടുന്നത്. സ്റ്റാറ്റസ് ഈ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് സമയം പോണ കാര്യമാണ്. അപ്പൊ ഇദ്ദേഹം ഇതൊന്നും കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പറയുന്നു ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ തിരക്കാണെന്ന് പറയും, എടുക്കുകയില്ല. ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട സ്റ്റാറ്റസ് അതാണ്, അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാൻ പറയും. വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിനും മറുപടി തരികയില്ല. എന്നിട്ട് ഞാനിനി ദക്ഷിണ തരാത്തത് കൊണ്ടാണോ മറുപടി തരാത്തതെന്നൊക്കെ ഉള്ളൊരു 8 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് കണ്ടപ്പോഴേ ഞാൻ വീഡിയോ അല്ല, സോറി, ഓഡിയോ, ഞാനത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെയുള്ള മനോഭാവം ഉണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ആൾ എൻ്റെ വീഡിയോ കാണുന്നില്ല, എൻ്റെ സ്റ്റാറ്റസുകളും നോക്കുന്നില്ല എന്ന് മനസ്സിലായി. കാര്യം വെറുതെ ഇരുന്നിട്ട് ഒരാളുടെ ഫോൺ എടുക്കുന്നില്ല എങ്കിൽ സമ്മതിക്കുക. ഇപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഞാനൊന്ന് മയങ്ങും കേട്ടോ. ഇന്നിപ്പോൾ ഒരാളെ ബ്ലസ് ചെയ്താണ് ഉച്ചയ്ക്ക് 1 മണിക്ക്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂറോളം ആദ്യമായിട്ടാണ് ആ ആളെ ബ്ലസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലസ് ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ എന്തെങ്കിലും ആ ആളുടെ കാർമ്മികം കാണും, അത് നമ്മളിലേക്ക് വന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു മയക്കം ഭയങ്കരമായിട്ട് 1 മണിക്കൂർ മയങ്ങി. സാധാരണ ഉച്ചയ്ക്ക് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഉറക്കമൊന്നുമില്ല. അങ്ങനെ ആ ഉച്ചയ്ക്ക് മാത്രം മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ മൊബൈൽ നോക്കിയില്ലായിരുന്നു, അത് പറയാം. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് ഇദ്ദേഹം ഒരു ദീക്ഷ എടുത്തിട്ടുണ്ട്, മെഡിറ്റേഷൻ ദീക്ഷ എടുത്ത് ഓൺലൈനിലാണ് എടുത്തത്, വീഡിയോ കോളിൽ. ദീക്ഷ എടുത്തു കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വെളുപ്പിനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പലവിധ സൗണ്ടുകൾ കേൾക്കുന്നു. അപ്പോൾ അതിന് പ്രതിവിധി ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ച് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുക, ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അനുഗ്രഹം വായിക്കുക. അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തു എന്ന് പറഞ്ഞു. യഥാശക്തി ദക്ഷിണ കൊടുത്തു. അദ്ദേഹം ദക്ഷിണയോടൊന്നും അത്ര ഇതുള്ള ആളല്ല, ദക്ഷിണ വേണമെന്ന് നിർബന്ധമായിട്ട് ഇത് ചെയ്യുന്ന ആളല്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തലേ കൈവിട്ട് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും. അപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നിടമൊന്നും ഗുരുവിൻ്റെ അവിടെയായിട്ട് 150 കിലോമീറ്ററോ ദൂരമുണ്ട്, കണ്ടിട്ടില്ല ഗുരുവിനെ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു പോസിറ്റീവ് അല്ലാത്ത എനർജിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി സാന്നിധ്യം മനസ്സിലായി. അപ്പോൾ പറഞ്ഞു അവിടെ ചുറ്റുമതിലില്ല എന്ന് ആ ക്ഷേത്രത്തിൽ. ഞാൻ പറഞ്ഞ് ചോറ്റാനിക്കര പോലെയോ ഗുരുവായൂർ പോലെയോ ഇത്ര തിരക്കുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. ഗുരുവായൂരാണെങ്കിലും ചോറ്റാനിക്കര ആണെങ്കിലും തിരക്കുണ്ടെങ്കിലും നമുക്ക് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ഞാനൊക്കെ പോയാൽ ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കാറുണ്ട്. ആരും എഴുന്നേറ്റ് പോകാൻ പറയുകയില്ല. അതങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ എന്നോട് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ചുറ്റുമതിലില്ല എന്നതിന്. അതുകൊണ്ട് ഇത് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണടച്ച് കഴിഞ്ഞാൽ ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ പുറത്ത് നടക്കുന്ന എന്താണെന്ന് നമ്മൾ അറിയില്ല. ഇദ്ദേഹം മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അവിടെ സൗണ്ട് കേൾക്കുന്നു, ഇത് കേൾക്കുന്നു, ചെവി കൂടി എന്തോ പോകുന്നു, അത് ചെയ്യുന്നു. അദ്ദേഹം കംപ്ലീറ്റ് ശരീരബോധത്തോടെയാണ് മെഡിറ്റേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചതിൻ്റെ ഒരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പറഞ്ഞാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പറഞ്ഞു എന്ന് ആരോടോ പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു എന്ന്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിലേക്ക് വരുന്ന ആ നെഗറ്റീവ് ശക്തികളെ, അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഉപയോഗിക്കുന്നത്, സാധാരണ ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതല്ല കേട്ടോ, ആ ശക്തികളെ ആകർഷിക്കാനായിട്ട് ആവാഹിക്കാനായിട്ട് ഒരു തേങ്ങ എടുത്ത് വെക്കും. തേങ്ങ എടുത്തിട്ട് നിങ്ങൾ കിടക്കുന്നിടത്ത് വെക്കും എന്ന് പറഞ്ഞു. ഈ കിടക്കുന്നിടത്ത് തേങ്ങ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിലും എന്നിട്ട് ഇതെവിടെയെങ്കിലും ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കാൻ പറഞ്ഞു, ഏതെങ്കിലും ആറ്റിക്കൊണ്ട് ഒഴുക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു തേങ്ങ എടുത്ത് വെച്ചിട്ട് എത്ര ദിവസമായെന്ന് ചോദിച്ചു. 3 ദിവസമാണ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട്, വേലിയെ കിടന്ന പാമ്പിനെ എടുത്തിട്ട് തോളത്ത അല്ലെങ്കിൽ കട്ടിലെ കിടത്തിയ പോലെയാണ് ഇദ്ദേഹം ചെയ്തത്. എനർജീസ് ഉണ്ട്, മനസ്സിലായി. ഈ എനർജീസ് ഇതെല്ലാം ആവാഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് സങ്കല്പം ചെയ്തുകൊണ്ട് ഇതെടുത്തിട്ട് കട്ടിലിൻ്റെ അവിടെ വെച്ചിരിക്കുക ഇദ്ദേഹം. എന്നാ ഈ കൊടുത്ത ആള് വെറുതെ ഒരു വാക്ക് പറഞ്ഞേ, ചെയ്തു നോക്ക്, പരിചയം, തലവേദന പനിയാണെന്ന് പറയുമ്പോൾ ഒരു ഡോളോ കഴിച്ച് നോക്കാൻ പറയില്ലേ? ആരും ആ ഡോളോയുടെ സൈഡ് എഫക്റ്റ് അറിഞ്ഞിട്ടൊന്നും അല്ല പറയുന്നത്, ഒരു ഡോക്ടറല്ലേ പറയുന്നത്. ഡോളോ അല്ലേ, ഡോളോ 500 കഴിച്ചോളാൻ പറയും, അല്ലെ ഡോളോ 50 എത്രയാണ് എന്തോ ഉണ്ടല്ലോ, അത് കഴിച്ചോളാൻ പറയുന്ന പോലെയാണ് ഇദ്ദേഹം കഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനോട് തന്നെ പ്രതിവിധി ചോദിക്ക്, മനസ്സിലായ? ഇപ്പോൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തിട്ട് എന്തെങ്കിലും അതിന്റെ സൈഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിവിധി പറയാൻ അറിയണം. അപ്പൊ ആരാണ്ടോ പറയണേ എന്തോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ തേങ്ങ വെച്ച് അനാവശ്യമായിട്ട് കളിക്കരുത്, എനർജി ആയിട്ട് സാന്നിധ്യങ്ങളുമായിട്ട്. നിങ്ങൾ കറിക്കരിഞ്ഞോ ചമ്മന്തി ഉണ്ടാക്കിക്കോ, തീയല, അവിയല, എന്തിനൊക്കെ തേങ്ങ അരച്ചോ, ഉപ്മാവ് ഉണ്ടാക്കിക്കോ, എല്ലാം തേങ്ങ വെറുതെ വേണമെങ്കിൽ പച്ചക്ക് തിന്നു. പച്ചക്കെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിട്ട് തേങ്ങാമുറിയൊക്കെ തിന്നു. പക്ഷേ കയ്യിലെടുത്തിട്ട് എനർജി നോക്കരുത് കേട്ടോ, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ ഭയങ്കര ഇതാ കേട്ടോ.
അദ്ദേഹം ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ് പാവം. അതുകൊണ്ട് പറയാണ്, ദയവ് ചെയ്ത് തേങ്ങ എന്ന് പറയുന്ന നായകനാണ്. അതുപോലെ തന്നെ ഒരു കെ പി ഉമ്മർ പ്രതിഭാസമാണ്. മനസ്സിലായ? കെ പി ഉമ്മർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു വില്ലനാണ്, അല്ലെങ്കിൽ ബാലങ്ക നായർ സാർ എന്ന് പറഞ്ഞ പോലെ. അപ്പം അതുപോലെ ഒരു പ്രതിനായകൻ കൂടിയാണ് തേങ്ങ കേട്ടോ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. തേങ്ങ വെച്ച് സാന്നിധ്യമായിട്ട് കളിക്കാണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പ്രശ്നം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ തേങ്ങ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഉടയ്ക്കാൻ പറഞ്ഞു. ഇദ്ദേഹം കൊണ്ടുപോയി ഉടച്ചു. അപ്പോൾ പറയാണ്, ഈ തേങ്ങ പൊട്ടിയ ബോംബ് പൊട്ടണ പോലെ സൗണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ആ തേങ്ങ പൊട്ടിയ സാധാരണ ഉടയ്ക്കണ സൗണ്ടല്ല, ബോംബ് പൊട്ടണ പോലുള്ള സൗണ്ടാണ് അത് പൊട്ടിയപ്പോൾ വന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും ഇതാണെന്നും പറഞ്ഞിട്ട് അതൊന്നും ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക. വളരെയധികം ഇപ്പോൾ ദൈവികമായിട്ടുള്ള എനർജിയൊക്കെ നമ്മൾ പൂജാമുറിയിലൊക്കെ എനർജി നോക്കാറുണ്ട്. ഇപ്പോൾ ചിലയിടത്ത്, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരിടത്ത് പോയി, ഒരു വീട്ടിൽ പ്രശ്നമാണ്. അപ്പോൾ ഞാനും നാരായണവും ഉണ്ട്, അതിൻ്റെ കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നു ചെരുപ്പിൻ്റെ ഇത്. അപ്പോൾ നാരായണവും ഉണ്ട്. പോയി കഴിയുമ്പോഴത്തേക്കും വീട് 2 നിലയാണ്. അപ്പം ഞാൻ പറഞ്ഞ്, അപ്പോൾ പെട്ടെന്ന് മുകൾ നില നോക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ് എങ്ങോട്ട് പോകണം, ഇറങ്ങി എന്താണ് അവരുടെ വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് ഇറങ്ങി മുകളിലേക്ക് പോകണ കോവണിയുണ്ട്, അടുത്ത ഇതിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോകുമ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു കൃഷ്ണനെ വെച്ചിട്ടുണ്ട്, ഒരു ഷോക്ക് വൈസിൽ. ഈ കോവണിയോട് ചേർന്നുള്ള ഷോക്ക് വൈസിൽ കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം വളരെ ഭംഗിയായിട്ട് പൂജാമുറി അലങ്കരിച്ചിട്ടുണ്ട്, വളരെ ഹൈലി എനർജറ്റിക് ആയിട്ട്. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവണിയുടെ അവിടെ വെച്ചിരിക്കുന്ന കൃഷ്ണൻ തുറിച്ചിങ്ങനെ നോക്കുക, എന്നെ എന്തിനാ ഇവിടെ ഇരുത്തിയിരിക്കണത്. വെറുതെ ഈ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ വിഗ്രഹമാണ് ഓടക്കുഴൽ വെച്ച്. പൂജാമുറിയിൽ ഇരിക്കുന്നത് സാക്ഷായ ഗുരുവായൂരപ്പൻ്റെ ആ ഇതുണ്ടല്ലോ, അതുപോലെയുള്ള ആ രൂപമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മറ്റേ രൂപമാണ്. അവിടെ വിളക്കെല്ലാം കൊളുത്തുന്നുണ്ട്, ഇതുണ്ട്. ഞാൻ പറഞ്ഞ്, അപ്പോൾ പടിക്കെട്ടിലേക്ക് അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോകാൻ പറയുമ്പോഴത്തേക്കും ആ ശ്രീകൃഷ്ണന്റെ ആ രൂപം ഇരിക്കണതിൻ്റെ എനർജിയാണ് അങ്ങോട്ട് ആകർഷിച്ചതെന്ന് മനസ്സിലായി. ഇനി അവരോട് പറഞ്ഞ് അവിടെ വിളക്ക് കൊടുത്താൻ പറഞ്ഞു. വിളക്ക് കൊടുത്താൽ അതുപോലെ അവിടെ എന്തെങ്കിലും പഞ്ചസാര എന്തെങ്കിലും വെക്കുക. അപ്പം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഈ കൃഷ്ണനെ കാണും. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ പരാതിയും പരിഭവവും പറയണ ഇങ്ങോട്ട് എടുത്താൽ. എന്നാൽ ഇദ്ദേഹത്തിന് ഒരു വിളക്കും ഇല്ല, നേദ്യവും ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ മുമ്പിൽ ഡൈനിങ് ടേബിളും ഉണ്ട്. അപ്പോൾ പറയണേ, ഞങ്ങൾ ഈ ഡൈനിങ് ടേബിളൊന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ എന്താണ് ഇപ്പോൾ വിളമ്പാന്നും പറഞ്ഞ് മേശയും എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വിളമ്പാണ്ടിരുന്നുള്ള അവസ്ഥ എന്താണ്? അവർ ഭക്ഷണം കഴിക്കണ വേറെ അടുത്താണ് ഡൈനിങ് ടേബിൾ. ഞാൻ നോക്കുമ്പോൾ അതുമേ 2-3 പഴമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞ് അത് ആ വിളക്ക് അവർ കൊളുത്തി ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശേഷം മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഈ തേങ്ങയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ ആ ഓരോ രൂപങ്ങളുടെയും ആ സാന്നിധ്യം, വെറും രൂപമാണെങ്കിലും അതിൽ ഒരു സങ്കല്പ ശക്തി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവികമായ ശക്തി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ തെളിയിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ തേങ്ങ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുക്കാൻ പറഞ്ഞു. കാര്യം പോസിറ്റീവായ കാര്യങ്ങളാണ് നോക്കിയത്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭാരതീയ ഇതനുസരിച്ചിട്ട് എല്ലാത്തിലും ഈശ്വരാംശം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കാർമിക് ഇതുള്ള, ഞാൻ ഇന്ന് എൻ്റെ കാർമിക് തന്നെ പറഞ്ഞപ്പോൾ ചിലർ വിളിച്ചു ചോദിച്ചു, സാർ എന്താ അങ്ങനെ പറഞ്ഞ, സ്ഥൂല ശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരമായിട്ട് തിരുവണ്ണാമലയിൽ പോകുമെന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. വരും ദിവസങ്ങളിൽ എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയാം. അത്രേ പറയുന്നുള്ളൂ. ചില കാര്യങ്ങൾ ചിലതൊന്നും എനിക്കും പിക്ചർ അബീവി ബാക്കി ഹേ ദോസ്ത് എന്ന് പറഞ്ഞാൽ വരുന്നത്. എനിക്കും ഫുള്ളായിട്ട് ഇതായിട്ടൊന്നും കിട്ടുന്നില്ല. എങ്കിലും ദിവസം ഇന്ന് തന്നെ കുറേ അധികം ആൾക്കാരോട് സംസാരിച്ച് കുറേ ആൾക്കാരുടെ മെസ്സേജുകൾ കേട്ടു. വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിലരുടെ പരിഭവങ്ങളും പരിദേവനങ്ങളുമായിട്ട് ഞങ്ങളുടെ വോയിസ് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യാത്ത, എൻ്റെ യൂട്യൂബ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ കേട്ടിട്ട് ഇയാൾ എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാക്കാണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ചിന്തകളിൽ കാർമിക ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇത്രയും സാത്വികമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 50% സാത്വികമായിട്ട് ഞാനിങ്ങനെ ഇത്രയും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതൊന്നും ഇല്ലാണ്ട് കൃഷ്ണൻ പറഞ്ഞ പോലെ ആ സാത്വികൻ രാജസം താമസം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ താമസവും അതിൻ്റെ കോൾഡ് സ്റ്റോറേജ് അവസ്ഥയിലാണ് ഈ മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം എന്തെങ്കിലും ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ഇതുണ്ടെങ്കിൽ മാത്രമേ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ആൾക്കാരെ തിരിച്ചു കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ. കാര്യം ഞാൻ വെറും ഒരു ചട്ടുകം മാത്രമാണ്, ഒരു നിയോഗം മാത്രമാണ്. പൂർണ്ണമായിട്ടും എനിക്കറിയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ഞാൻ പറഞ്ഞ ഗൈഡൻസ് ആ പല ആൾക്കാരോടും പല ദേവതാ ചൈതന്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുണ്യം എല്ലാവർക്കും കിട്ടട്ടെ, എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, എന്തൊക്കെ ശാരീരികം മാനസികം സാമ്പത്തികമായിട്ട് എന്തുണ്ടായാലും
അത് വെറും പരീക്ഷണമാണെന്നും അതിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഉയർത്തപ്പെടുമെന്നും അതിൽ നിന്ന് മാറ്റി നമ്മളെ ഈ ജഗത് ശക്തി, നമ്മുടെ ഉപാസനാമൂർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബമൂർത്തികൾ, നമ്മുടെ ഇഷ്ടദേവതകൾ, കുലദേവതകൾ, ഗ്രാമദേവതകൾ, കുടുംബദേവതകൾ, നമ്മുടെ ഗുരുപരമ്പരകൾ, അതുപോലെ നമ്മുടെ പിതൃക്കന്മാർ നമ്മളെ രക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടെ ഉത്തമ വിശ്വാസത്തോടെ ഇരിക്കുക. അതനുസരിച്ചിട്ടായിട്ട് പോസിറ്റീവായിട്ട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായിട്ട് മാത്രം പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും കൃത്യമായ ഫലം നമുക്ക് കിട്ടിയിരിക്കും. കാർമികൻ ന്യൂട്രലൈസ് ആകും. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.